ഹായ് ഡിയേഴ്സ്, ഇന്നുണ്ടല്ലോ ഒരു ചെറിയ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എറണാകുളം ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ട്രിപ്പിൻ്റെ ബേസായിട്ട് മാത്രമല്ല, ഇവിടെ വരണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ. ഞാൻ ഇതിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഇവിടെ കയറി തൊഴണമെന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കണതാണ്. അപ്പോൾ ഇന്നാണ് കേട്ടോ അതിനുള്ളൊരു സമയമായത്. എറണാകുളത്തപ്പൻ ക്ഷേത്രമാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ 3 ക്ഷേത്രങ്ങളുണ്ട്. എറണാകുളത്തപ്പൻ ശിവക്ഷേത്രമാണ്. നെക്സ്റ്റ് അപ്പുറത്ത് തന്നെ സുബ്രഹ്മണ്യ സ്വാമീൻ്റെ ക്ഷേത്രമുണ്ട്, ഹനുമാൻ കോവിലും ഉണ്ട് കേട്ടോ. അങ്ങനെ 3 ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാം നല്ല രസമുള്ള അമ്പലങ്ങളാണ് കേട്ടോ. നല്ല മനസ്സിന് നല്ല ശാന്തിയും കുളിർമയൊക്കെ നൽകണ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ടെമ്പിളായിട്ടാണ് കേട്ടോ നമുക്ക് തോന്നിയത്. അങ്ങനെ ഇതാ വെക്കേഷൻ ആയപ്പോൾ തുടങ്ങിയിട്ട് പിള്ളേരെ എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് ഒരുക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കും കൂടി ഒരു ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പെട്ടെന്ന് തീരുമാനിക്കുന്ന ചില ട്രിപ്പുകളാണ് നമ്മൾ നല്ല ആസ്വദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ പോലെ ഇതൊരു ചെറിയ ട്രിപ്പാണെങ്കിൽ കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദാ അമ്പലത്തിൻ്റെ അവിടെയുള്ളൊരു ഡിവോട്ടി സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ദാ ഈ ഒരു പ്രാവിന് തീറ്റ കൊടുക്കുന്നത് അത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലല്ല കേട്ടോ. അതൊരു ഗണപതി ടെമ്പിൾ ഉണ്ട് നമ്മുടെ എടപ്പള്ളിയിൽ, അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലങ്ങളിലൊക്കെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ടാണ് കുറേ വീഡിയോസൊന്നും കാണാത്തത്. ഇവിടെ നിന്ന് നമ്മളിനി മട്ടാഞ്ചേരിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിള്ളേരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വെയിലുള്ള സമയമാണ്, ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ മോർണിംഗിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ കഴിച്ചത്. കാരണം ഇപ്പോൾ ഹോട്ടലുകളൊക്കെ കുറേ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മോർണിംഗ് ഫുഡ് എന്തായാലും നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ ഹോട്ടലിനൊന്നും ബുദ്ധിമുട്ട് കാണുന്നില്ല, എല്ലായിടത്തും ഉണ്ട്. കാരണം വിദേശ സഞ്ചാരികൾ ഒരുപാട് വരുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ, ഇവിടെയൊക്കെ എല്ലാ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമാണ് ഈ സ്ട്രീറ്റ് വഴിയൊക്കെ നടക്കാനായിട്ട്. പിന്നെ ജൂത ടൗൺ കണ്ടു, അതുപോലെ തന്നെ സെനഗോഗ കണ്ടു. അങ്ങനെ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മട്ടാഞ്ചേരി ഫുള്ള് ഇങ്ങനെ നടന്നിട്ട് തന്നെയാണ് കേട്ടോ കണ്ടത്. അതങ്ങനെ തന്നെ പറ്റുള്ളൂ, നമ്മൾ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ സൈക്കിളൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് വരിക അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ സൈക്കിളൊക്കെ എടുത്തിട്ട് റെൻറ്റിന് തന്നെ കിട്ടും, നമുക്കിങ്ങനെ ഫുള്ള് കറങ്ങാൻ പറ്റും കേട്ടോ. പിള്ളേരെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ കണ്ടത്. പിന്നെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നു. ദാ കുങ്കി ടയേർഡാണെങ്കിലും ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഈ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് നല്ല രസമല്ലേ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. ഒരു നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്. നിറയെ പിന്നെ ഇങ്ങനെ ഒരുപാട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ ഈ കക്ക വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും നമ്മൾ അങ്ങനത്തെ വാങ്ങിയില്ല. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ബാർഗെയിൻ ചെയ്താൽ നല്ല റേറ്റ് കുറവിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അവിടെ ഉള്ള പാർക്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിള്ളേർക്ക് ഒരുപാട് സന്തോഷമായി. നമ്മൾ മോർണിംഗ് ഇറങ്ങിയത് കൊണ്ട് നമുക്കിന്ന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇവരെ കൊണ്ട് പോകുമ്പോഴുണ്ടല്ലോ, നമ്മൾ വൈകിട്ടൊക്കെ പോകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോകുമ്പോൾ ഇവർക്ക് ഇങ്ങനെ കളിച്ച് മതിയാവാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങടെയെങ്കിലും ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് മാത്രം കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ വരുള്ളൂ, രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന രീതിയിലാണെങ്കിൽ മാത്രം ഞങ്ങളെ കൊണ്ടുപോയാൽ മതിയെന്ന്. അങ്ങനെ ദാ ഫോർട്ട് കൊച്ചിയിൽ കുറേ കപ്പലുകളൊക്കെ കാണാം. പിന്നെ ഈ മീൻ പിടിക്കുന്ന ചീനവലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇങ്ങനെ കാണാം കേട്ടോ. കുറേ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഇവിടെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ തന്നെയുള്ള ഒരു മ്യൂസിയത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കായിട്ടുള്ള കാര്യമായിട്ടൊന്നും അവിടെ ഇല്ല, ചെറിയ കുട്ടികൾക്കൊന്നും ആയിട്ടുള്ളത് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനുള്ളതില്ല. കുറേ ഫോട്ടോൻ്റെ പിക്കും അതുപോലെ തന്നെ അതിൻ്റെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ. നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് കുട്ടികൾക്ക് ആസ്വദിക്കാനായിട്ട് അത്രയും പറ്റില്ലെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ വീണ്ടും ആ ബീച്ച് സൈഡിലേക്കൊക്കെ ഒന്നും കൂടി പോയി അവിടെയൊക്കെ ഒന്നും കൂടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ നമ്മൾ പോയത് പുതുപ്പള്ളി ബീച്ചിലും കൂടി പോയിട്ടോ. അങ്ങനെ അവിടെയും നല്ലൊരു രസമുള്ള അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ. ഒരു മിനി ലക്ഷദ്വീപ് എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടാണ് അവിടെ പോയത്. ഏകദേശം നല്ലൊരു പീസ്ഫുള്ളായിട്ട് നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ സ്പെഷ്യലാവുന്ന ചില മൊമെൻറ്റ്സൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഓർത്തെടുക്കാൻ, കുട്ടികൾക്ക് ഓർത്തെടുക്കാനായിട്ടുള്ള ചെറിയ ചെറിയ മെമ്മറീസൊക്കെ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ യാത്ര വലിയ യാത്രയൊന്നും അല്ലെങ്കിൽ കൂടി കുറേ ഓർമ്മകളിൽ കുഞ്ഞുങ്ങൾക്ക് സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു യാത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം കേട്ടോ.
കാരണം കുട്ടിക്കാലത്തുള്ള യാത്രകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദാ ഇന്നത്തെ വീഡിയോ ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബീച്ചിൽ വെള്ളവും ചെളിയൊക്കെ ആയപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.